അപ്പം വിശുദ്ധ അഗസ്റ്റിൻ്റെ ടൂമ്പുള്ള ആ പള്ളിയുടെ മുമ്പിലാണ് അച്ഛൻ നിൽക്കുന്നത്. നമുക്കറിയാം ഡോക്ടർ ഓഫ് ദി ചർച്ചാണ്, ഒത്തിരി ഫേമസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് വിശുദ്ധ അഗസ്റ്റിൻ. അപ്പോൾ വിശുദ്ധ അഗസ്റ്റിനെ അറിയാത്തവരായിട്ട് നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല. നമ്മളൊരു അപ്പോൾ അഗസ്റ്റിൻ്റെ ടൂമ്പ് ഒന്ന് കണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു വരാം. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവചരിത്രമൊക്കെ നമുക്കറിയാം. ഒരു ലൗകികനായിട്ട് ജീവിച്ചു, നോർത്ത് ആഫ്രിക്കയിൽ കാർത്തേജിൽ ജീവിച്ചു. അത് കഴിഞ്ഞ് മിലാനി വന്നു. മിലാനിയോട് തൊട്ടടുത്താണ് വിശുദ്ധ അംബ്രോസിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് മാനസാന്തരപ്പെട്ടു. മനിക്കേൻ പാഷണതയ്ക്കൊക്കെ അടിമപ്പെട്ടു പോയ ഒരാളായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. ഒരു ലൗകികമായ ജീവിതം നയിച്ച ഒരാൾ, വിവാഹം കഴിക്കാതെ തന്നെ ഒരു പുത്രനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലൗകിക ജീവിതം നയിച്ച ആൾ മോനിക്ക പുണ്യതരെ പ്രാർത്ഥനയൊക്കെ മൂലം മാനസാന്തരപ്പെട്ടതാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. മാനസാന്തരപ്പെട്ടതിന് ശേഷം ഇദ്ദേഹം ഒരു നിശബ്ദ ജീവിതം നയിക്കാനായിട്ട് ഇദ്ദേഹം അർത്ഥത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷേ അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും പ്രാർത്ഥന എല്ലാം കണ്ട് ജനങ്ങളുടെ ആവശ്യപ്രകാരം ഇദ്ദേഹത്തെ പെട്ടെന്ന് അച്ഛനാക്കി ഉടനെ പെട്ടെന്ന് തന്നെ ബിഷപ്പായിട്ട് ഇദ്ദേഹത്തെ മാറ്റുകയാണ്. ഹിപ്പോയിലെ ബിഷപ്പായിട്ട് വിശുദ്ധ അഗസ്റ്റിൻ മാറുകയാണ്. വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് പറയുന്നത് ഏകദേശം 5 മില്യൺ വാക്കുകൾ അദ്ദേഹം എഴുതി എന്നുള്ളതാണ്. ഒന്ന് ഓർത്ത് നോക്കി, 5 മില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 5 മില്യൺ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾ വേണ്ടി വരും നമുക്ക് വായിച്ചു തീർക്കാൻ തന്നെ. അത്രയധികം എഴുതിയിരിക്കുന്ന ഒരാളാണ് വിശുദ്ധ അഗസ്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു വിശുദ്ധൻ്റെ കബറിടം കാണാനാണ് നമ്മൾ പോകുന്നത്. വലിയ വിജ്ഞാനിയായിട്ടുള്ള ആൾ, ഗ്രീക്ക് ഫിലോസഫിനെ വളരെ മനോഹരമായിട്ട് വിശ്വാസത്തിലേക്ക് ബ്ലെൻഡ് ചെയ്ത ഒരാൾ. പ്ലേറ്റോയാണ് ഇദ്ദേഹം ജനറലി ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ ആ ഒരു ഫിലോസഫി എടുത്ത് അദ്ദേഹം വളരെ കാര്യമായിട്ട് നമ്മുടെ ഇന്ന് പല വിശ്വാസ സത്യങ്ങളും ഒറിജിനൽസിനടക്കം പലത് വിശുദ്ധ അഗസ്റ്റിൻ്റെ പഠനങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൂമ്പുള്ള ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പലരുടെ മുമ്പിൽ നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൂമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇനി ഞാൻ വളരെ സ്ലോയിൽ സംസാരിക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂമ്പാണ്, ആൾക്കാർ ഒത്തിരി പേര് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ അഗസ്റ്റിൻ്റെ ടൂമ്പുള്ള പള്ളിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. നോർത്ത് ആഫ്രിക്കയിൽ കാർത്തേജിൽ AD 430 സത്യം പറഞ്ഞാൽ വിശുദ്ധ അഗസ്റ്റിൻ മരിക്കുന്നത്. അങ്ങനെ മരിച്ച വിശുദ്ധ അഗസ്റ്റിൻ എങ്ങനെയാണ് ഇറ്റലിയിലുള്ള പവിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയെന്നുള്ളത് നമുക്കൊരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. അച്ഛനത് പറഞ്ഞുതരാം. 430 വിശുദ്ധ അഗസ്റ്റിൻ മരിക്കുന്നു. ജസ്റ്റ് നിങ്ങൾ പള്ളി ഒന്ന് കണ്ടോട്ടോ, ബ്യൂട്ടിഫുൾ ചർച്ച്. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അച്ഛൻ പറഞ്ഞുതരാം. അവിടെ നിങ്ങളിപ്പോൾ ദൂരെ കാണുന്നില്ലേ, അവിടെയാണ് ശരിക്കും വിശുദ്ധ അഗസ്റ്റിനെ അടക്കിയിരിക്കുന്നത്. അങ്ങോട്ട് നമുക്ക് പോകാം, ആൾക്കാരൊക്കെ ഉണ്ടോയെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വിശുദ്ധ അഗസ്റ്റിൻ AD 430 അദ്ദേഹം മരിക്കുന്നു. മരിച്ചതിന് ശേഷം അവിടെ അടക്കുന്നു. പക്ഷെ അവിടെ മതപീഡനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പം അവിടുത്തെ മെത്രാന്മാർ സാർദീനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വിശുദ്ധ അഗസ്റ്റിൻ്റെ മോർട്ടൽ റിമെയിൻസ് കൊണ്ടുവന്ന് അവിടെ അവർ സാർദീനി എന്ന് പറയുന്ന സ്ഥലത്ത് വെക്കുകയാണ്. അതിനുശേഷം AD 704 അല്ലെ 8-ാം നൂറ്റാണ്ടിൽ ഈ ഇസ്ലാമിക് ഇൻവേർഷൻ അങ്ങോട്ടൊക്കെ വളരെ സ്ട്രോങ് ആയ സമയത്ത് അവർക്ക് മനസ്സിലായി ഇത് ശരിക്കും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവരിത് ഡെസക്രേറ്റ് ചെയ്ത് ഇവർ നശിപ്പിച്ച് കളയുന്നു മനസ്സിലായി. അപ്പം അന്നേരമാണ് ഈ പവിയയിലൊരു രാജാവ് ല്യൂത്ത് പ്രാന്തോ എന്ന് പറയുന്ന ഒരു രാജാവ്. ആ രാജാവിനോട് ഇവരിങ്ങനെ മെത്രാന്മാർ ചോദിക്കുകയാണ്, എങ്ങനെയാലും വിശുദ്ധ അഗസ്റ്റിൻ്റെ ഈ മോർട്ടൽ റിമൈൻസിനെ ഒന്ന് സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് നശിച്ചു പോകാനുള്ള സാധ്യത, ഇവർ ഡെസക്രേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരത്തേക്കും ഈ മുസ്ലിംസ് അവിടെ കയറി ആ ഒരു പ്രദേശം കൈയടക്കാനായിട്ട് തുടങ്ങിയിരുന്നു. ഈ രാജാവ് ല്യൂത്ത് പ്രാന്ത് എന്ന് പറയുന്നത് അദ്ദേഹം നല്ലൊരു കത്തോലിക്കനായിരുന്നു, നല്ലൊരു വിശ്വാസിയായി ഈ രാജാവ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവർക്ക് 6000 ഷെക്കലോ അങ്ങനെയൊക്കെ പറയുന്ന വലിയൊരു അത്രയും ക്രൗണോ ഗോൾഡ് കൊടുത്ത് വലിയൊരു എമൗണ്ട് ഓഫ് തുക, അത്രയും തുക കൊടുത്ത് വിശുദ്ധ അഗസ്റ്റിൻ്റെ ഈ ഒരു മോർട്ടൽ റിമൈൻസ് മേടിച്ചു. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു മോർട്ടൽ റിമൈൻസ് ഇരിക്കുന്ന ആ ഒരു അതങ്ങനെ അദ്ദേഹം മേടിച്ചിട്ട് എന്ത് ചെയ്തു, കടലിലൂടെ ഇങ്ങോട്ട് ഈ പവിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഈ ഒരു ചെറിയൊരു ബസിലിക്കയിൽ പ്രതിഷ്ഠിക്കുകയാണ്. ദിവ്യാരണ്യം വെച്ചിരിക്കുന്ന ഇവിടുത്തെ ചെറിയൊരു ചാപ്പലാണ്. സ്റ്റേഷന്ന് ആരാധിച്ച് നമുക്ക് വിശുദ്ധ അഗസ്റ്റിനെ കാണാൻ പോവാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പിന്നെ നമ്മളങ്ങനെ വിശുദ്ധ അഗസ്റ്റിൻ്റെ മോർട്ടൽ റിമൈൻസ് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പയ്യനെ കയറുകയാണ്. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ് ടു പ്രേ. വളരെ നല്ലതാണ്. സോ പീപ്പിൾ ആർ റിയലി കമ്മിങ് ആൻഡ് പ്രേയിങ് എ ലോട്ട്. നല്ലൊരു സ്ഥലം, നല്ലൊരു സൈലൻസും ഒക്കെയുള്ളൊരു സ്ഥലമാണ്. ഇതാണ് തുമ്പാതി സാന്ത അഗസ്റ്റീനോ എന്ന് പറഞ്ഞ ജസ്റ്റ് ആ മോർട്ടൽ റിമൈൻസ് ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയോ, ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കാണുന്ന കണ്ടില്ല, ഇതാണ് അവർ 14-ാം നൂറ്റാണ്ടിൽ, ഇത് 14-ാം നൂറ്റാണ്ടിലെ പള്ളി. 1300 ഈ പള്ളി പണിയുന്നത്.
അന്ന് ഇത് കണ്ടോ, ഇതിങ്ങനെ വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചെയ്താണ്. ഏകദേശം 90 സ്റ്റാച്യൂസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആണ് ഈ അൾത്താര. ഇനി നമുക്ക് വിശുദ്ധ അഗസ്റ്റിൻ്റെ എക്സാക്റ്റ് ആ കോഫിനൊക്കെ മോർട്ടൽ റിമെയിൻസ് അതുപോലെ നല്ലപോലെ സൂക്ഷിച്ചിട്ട് നമുക്കത് കാണാനും പറ്റും. നമുക്കതൊന്ന് കാണാം. എന്നാലും എനിക്ക് ആ രാജാവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എപ്പോഴും ഒരു സന്തോഷമാണ്. കാരണം ഇങ്ങനെ ഇത്രയും വലിയൊരു വിശുദ്ധൻ്റെ മോർട്ടൽ റിമെയിൻസ് ഡെസക്രേറ്റ് ചെയ്യപ്പെടും അറിഞ്ഞ് അദ്ദേഹം പോയിട്ട് മേടിക്കുകയാണ്. ഇതാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ മോർട്ടൽ റിമെയിൻസ്. ഞങ്ങളൊരു വലിയ വിശുദ്ധനാണ്. 5-ാം നൂറ്റാണ്ട് 430 മരിച്ചു. പക്ഷേ ഇപ്പോഴും നോക്കിയാൽ നമുക്ക് സഭയിൽ ഇപ്പോഴും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ പല പ്രബോധനങ്ങളുടെയും ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. ദൈവം ഒരു മനുഷ്യനെ ഉയർത്തിയെന്ന് പറഞ്ഞാൽ ഈശോയാണ് യഥാർത്ഥ ദൈവം തിരിച്ചറിഞ്ഞപ്പം ഈശോയ്ക്ക് വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറായി. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കൺഫെഷൻ ബുക്കോ കൺഫെഷനിലാണെന്ന് തോന്നുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു, ഞങ്ങൾ അങ്ങയിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ സ്റ്റാച്ചു ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഹൃദയം കൈപ്പിടിച്ചിരിക്കുന്നതായിട്ടാണ് ഈ സ്റ്റാച്ചു കാണപ്പെടുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ്റെ കബറിടത്തിലിരുന്ന് നമുക്കൊരല്പസമയം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പം മാനസാന്തര ആവശ്യമുള്ള ജീവിതത്തിൻ്റെ മേഖലകൾ, മാനസാന്തര ആവശ്യമുള്ള വ്യക്തികളേക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ വലിയൊരു മാനസാന്തരം നമ്മൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ, നമ്മളുടെ തന്നെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പെട്ടിക്കകത്താണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ മോർട്ടൽ റിമെയിൻസ് ഉള്ളത്. അന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. അതിങ്ങനെ ഭദ്രമായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നു. നമുക്ക് കണ്ട് പ്രാർത്ഥിക്കാം. വലത് കൈയലിവോടൻ ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കണമേ യേശുനാഥ. വലത് കൈയലിവോടൻ ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കണമേ യേശുനാഥ. സ്നേഹമുള്ളവരെ, വിശുദ്ധ അഗസ്റ്റിൻ്റെ ടൂമ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ്റെ ടൂമ്പിൽ നിന്ന് അച്ഛൻ നിങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും, പ്രത്യേകിച്ച് വിശുദ്ധ അഗസ്റ്റിൻ്റെ മാധ്യസ്ഥവും സ്നേഹവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.